എന്റെ മകൻ അബദ്ധത്തിൽ ഒരു പാറക്കെട്ടിൽ നിന്ന് വീണു. അപ്പോൾ ഒരു പഴയ റോബോട്ട് അവനെ രക്ഷിച്ചു. മഴയത്ത് മണിക്കൂറുകളോളം കുഴിച്ചുകൊണ്ട് മകൻ ആ റോബോട്ടിനെ പുറത്തെടുത്തു. വലിയ ആവേശത്തോടെ അവൻ പറഞ്ഞത്, അച്ഛാ, ഈ റോബോട്ട് ഇന്നും പ്രവർത്തിക്കുന്നു എന്നു. വളരെ ശ്രദ്ധയോടെ മണ്ണ് വാരി കഴുകി അവൻ റോബോട്ടിന് ആഡം എന്ന് പേരിട്ടു. പിന്നീട് അവൻ എനിക്ക് മുന്നിൽ എത്തി ആടത്തെ പോരാട്ട മത്സരത്തിൽ കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചു. ഞാൻ ഇതിനു മുമ്പ് 2 റോബോട്ടുകളെ മത്സരങ്ങളിൽ നഷ്ടപ്പെടുത്തിയിരുന്നു. അതിനാൽ പഴയ സാങ്കേതിക വിദ്യയുള്ള ആടം പുതിയ റോബോട്ടുകൾക്ക് എതിർപ്പിക്കാൻ കഴിയില്ലെന്ന് കരുതി ഞാൻ നിരസിച്ചു. പക്ഷേ മകൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ആടത്തിനുണ്ട് അതിരില്ലാത്ത കഴിവുകൾ. മകനെ മനസ്സിലാക്കി കൊടുക്കാനായി ഞാൻ ഒരു സാധാരണ പ്രദർശന മത്സരം നിശ്ചയിച്ചു. ഞാൻ കരുതിയതുപോലെ മത്സരം തുടങ്ങുന്ന വേളയിൽ തന്നെ ആടം ശക്തമായ ആക്രമണം ഏറ്റുവാങ്ങി. അവൻ 1-ാം റൗണ്ട് പോലും താങ്ങിക്കൊള്ളില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നു. ആടം വീഴാതെ പോരാടി. അത് കണ്ടപ്പോൾ ഞാൻ ആടത്തെ പുതിയൊരു ബഹുമാനത്തോടെ നോക്കിത്തുടങ്ങി. 2-ാം റൗണ്ടിൽ എന്റെ മകനും ആടത്തിനും ഇടയിലെ സഹകരണം അതിശയകരമായി വർദ്ധിച്ചു. അവർ എതിരാളിയുടെ എല്ലാ നീക്കങ്ങളും കൃത്യമായി വായിച്ചു, മറിച്ച് ആക്രമണം തുടങ്ങി ശക്തനായ എതിരാളിയെ തോൽപ്പിക്കുകയും ചെയ്തു. ആ വിജയം നമുക്ക് സമ്മാനത്തെയും കൂടാതെ ഭൂഗർഭ ബോക്സിംഗ് മത്സരത്തിലേക്കുള്ള ക്ഷണത്തെയും സമ്മാനിച്ചു. വരാനിരിക്കുന്ന മത്സരങ്ങൾക്കായി എന്റെ മകൻ രാത്രികൾ മുഴുവൻ ഉണർന്ന് ആടത്തിന്റെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തു. പിന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ തന്നെയല്ലേ ഒരു പ്രൊഫഷണൽ ബോക്സർ ആയിരുന്നത്, ആടത്തിന് നിങ്ങളുടെ രീതികൾ പഠിപ്പിക്കൂ. എന്റെ അനുഭവത്തെ ആശ്രയിച്ച് ആടം ഒരിക്കലും തോറ്റുപോകാത്ത പോരാളിയായി മാറി. ചില്ലറ ഇരുമ്പ് കുപ്പയിൽ നിന്നൊരു പോരാട്ട നക്ഷത്രം ജനിച്ചു. മകനും എനിക്കും ഇടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ മാറി ഇന്നൊരു വേർപിരിയാനാവാത്ത ബന്ധമായി. ഇതിനിടെ നമുക്ക് മറ്റൊരു ക്ഷണം വന്നു, പ്രൊഫഷണൽ ലീഗിലേക്കുള്ളത്. എന്നാൽ അവിടത്തെ എതിരാളികൾക്ക് വലിയ സാങ്കേതിക സംഘവും പ്രത്യേക അലോയ ഉപയോഗിച്ച് തയ്യാറാക്കിയ മെഷീനുകളും ഉണ്ടായിരുന്നു. അവിടെ സിവിലിയൻ മത്സരാർത്ഥിയായി എത്തുന്നത് ആടം മാത്രമാണ്. ഞാൻ ഒരുപാട് ചിന്തിച്ചു. എന്റെ പഴയ റോബോട്ടുകൾ എല്ലാം പോരാട്ടങ്ങളിൽ തകർന്നു പോയിട്ടുണ്ട്. ആ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു.